ഒന്നാം ക്ലാസ്സിലെ പച്ചക്കറിത്തോണി എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ട് വീട്ടിലൊരു പച്ചക്കറിത്തോട്ടം, ഒരു കുഞ്ഞു പച്ചക്കറിത്തോട്ടം ഒരുക്കണമെന്ന് മക്കളോട് പറഞ്ഞു. ഞാൻ കരുതി എൻ്റെ കുഞ്ഞു പച്ചക്കറിത്തോട്ടം അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കതൊരു ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ അത് നല്ലൊരു കാര്യമാണല്ലോ. അങ്ങനെയാണ് ഞാൻ രാവിലെ തന്നെ വേഗം ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നോക്കൂ, എൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ ഞാൻ കുറച്ച് മാസങ്ങളായതേ ഉള്ളൂ ഇങ്ങനെയൊരു പ്ലാവ് കൊണ്ടുവച്ചിട്ട്. വിയറ്റ്നാം പ്ലാവാണ്. അപ്പം നമുക്കൊരു എനിക്ക് തോന്നുന്നൊരു 6-7 മാസമായിട്ടുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ പാത്രം കഴുകുന്ന ഭാഗത്തു നിന്ന് വെള്ളം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്ലാവ് ആയതുകൊണ്ടാവാം ഇത് കായ്ച്ചു. എനിക്ക് വളരെ അത്ഭുതം തോന്നി കേട്ടോ. നോക്കൂ, പ്ലാവ് കായ്ച്ചിരിക്കുന്നു. കുഞ്ഞു ചക്ക ഉണ്ടായത് കണ്ടോ? ഒരു 5-6 ചക്ക ഇതിലുണ്ടായിട്ടുണ്ട്. പ്ലാവ് ചെറിയൊരു പ്ലാവാണ് കണ്ടോ, ഇത്ര വലുപ്പം ആകുള്ളൂ. എന്നേക്കാൾ കുറച്ചുകൂടി വലുപ്പമേ ഉള്ളൂ. പക്ഷേ ചക്കയായി. നല്ല വെള്ളമൊക്കെ കിട്ടുന്നത് കൊണ്ടാണ്, യഥേഷ്ടം വെള്ളം കിട്ടുന്നത് കൊണ്ടാവാം ഇത് പെട്ടെന്ന് കായ്ച്ചത്. നോക്കൂ, ഇത് ചീരയാണ്. ഈ ചീര തന്നെ വിത്ത് താഴെ വീണ് കിടക്കും. വിത്ത് അത് വീണ്ടും മുളയ്ക്കും. അപ്പോൾ ഈ വലിയ ചീര കേടുവന്ന് പോവും. അപ്പോൾ ഈ മുളച്ച ചീരകൾ വീണ്ടും വലുതായി മാറും. അതായത് നമ്മൾ നടുന്നതല്ല, ഇത് ഇങ്ങനെ വെള്ളം കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് എപ്പോഴും ചീര ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വേണ്ട, ഒരു കറിക്ക് വേണ്ട ചീര നമ്മുടെ തോട്ടത്തിൽ നിന്നും എപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. നോക്കൂ, അതുപോലെ തന്നെ ഇതെൻ്റെ മുളക് ചെടിയാണ്. വീട്ടിലേക്ക് മുളക് വാങ്ങിയിട്ട് ഇപ്പോൾ കുറേ കാലമായി, മാസങ്ങളായി എന്ന് പറയാം. കാരണം എപ്പോഴും ഇതിൽ മുളകുണ്ട്. നമ്മുടെ കറിയിലേക്കും അതുപോലെ ഉപ്പേരിയൊക്കെ വറവിടുന്നതിലേക്കൊക്കെ വേണ്ട മുളക് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇനി നോക്കൂ, ഇത് കറിവേപ്പിലയാണ്. 2 ചെടി കറിവേപ്പില മരമുണ്ട്. പക്ഷേ ഒരു വീട്ടിലേക്ക് ആവശ്യമായ കറിവേപ്പില നമുക്ക് ഈ ചെടിയിൽ നിന്ന് തന്നെ കിട്ടും. നമുക്കതിന് വേണ്ടി വേറെ കടയിൽ നിന്ന് വിഷാംശമുള്ള മരുന്ന് തളിച്ച കറിവേപ്പിലയ്ക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, 1-2 മൂട് ചേമ്പുണ്ട്. ചേമ്പിൻ്റെ താള് കറി വെക്കാൻ വേണ്ടി നമുക്കിടയ്ക്കിടയ്ക്ക് 1-2 താള് പറിച്ച് പരിപ്പിലിട്ട് കറി വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ചേമ്പ് എന്നുള്ള ആ ഒരു താള്, ചേമ്പ്, അതിൻ്റെ കിഴങ്ങ്, അങ്ങനെ നമുക്ക് എപ്പോഴും സമ്പുഷ്ടമാക്കാൻ, ഫുഡിൽ സമ്പുഷ്ടമാക്കാൻ ഈ ഒരു 2 മൂട് ചേമ്പ് മതി. ചീര കണ്ടോ, ഇവിടെയൊക്കെ ചീര ഉണ്ടായിട്ടുണ്ടേ. ഇതൊക്കെ ചീര ഒറ്റയ്ക്ക് ഉണ്ടാവുന്നു. അത് വിത്തൊക്കെ കൊഴിഞ്ഞ് വീണ്ടും പുതിയ ചെടികൾ ഉണ്ടാവുന്നു. അങ്ങനെ പോവുകയാണ്. അപ്പം ഇതെൻ്റെ ഒരു കുഞ്ഞ് അടുക്കളയുടെ ഭാഗത്തുള്ള കുഞ്ഞൊരു കറിത്തോട്ടം. നോക്കൂ, ഇവിടെയൊക്കെ പോണ വഴിയിലൊക്കെ ചീര തന്നെയാണ്, ചീരയാണ്. ഇനി നോക്കൂ, ഇതെൻ്റെ മുരിങ്ങമരമാണ്. ഏത് കാലത്തും ഒരുപാട് മുരിങ്ങയുടെ ഇല, നമുക്ക് എപ്പോഴും മുരിങ്ങയിലേക്കൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പം നോക്കൂ, നിറയെ കായകളുണ്ടായി കിടക്കുകയാണ്. നിറച്ചെന്ന് പറഞ്ഞാൽ നിറച്ചും കായകളാണ്. നോക്കൂ, നിങ്ങൾ കാണുന്നില്ലേ കായകൾ? എനിക്കെപ്പോഴും എൻ്റെ വീട്ടിലേക്ക് മുരിങ്ങയുടെ ഇലയ്ക്കും മുരിങ്ങയുടെ കായ്ക്കും ഒരു പഞ്ഞമില്ല എന്നുള്ളതാണ്. കണ്ടോ, നിറച്ചും മുരിങ്ങാക്കായാണ്. വലിയൊരു മരമാണ്. ഈ മരം മതി, ഇങ്ങനെയൊരു മരം മതി നമ്മുടെ വീട്ടിലുള്ള ഇലക്കറിക്ക് ഒരു ക്ഷാമവും ഇല്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ. തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഏത് കറിയും ഉപ്പേരിയായിട്ടും ഒക്കെ നമുക്കത് പ്രയോജനപ്പെടുത്താം. കണ്ടോ, ഒരുപാട് കായകളുണ്ട്. നിറഞ്ഞു നിൽക്കുന്ന കായകളുള്ള ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മരമാണ് ഈ ഒരു മുരിങ്ങ മരം. ഇനി നോക്കൂ, ഇവിടെയും ഞാനൊരു പ്ലാവ് നട്ടിട്ടുണ്ട്. എനിക്ക് ആവശ്യമായിട്ടുള്ള ചക്ക, അതിനു വേണ്ടി ഓടി നടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു പ്ലാവ് നട്ടുപിടിപ്പിച്ചു. ഇനി നോക്കൂ, ഞാനിതാ ഈ പറിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ തോട്ടത്തിൽ നിന്നും പറിച്ച
മുരിങ്ങക്കായാണ്. കണ്ടോ, ഞാനിത് പറിച്ച് വെച്ചത് ഇപ്പം പറിച്ചതാണ്, ഫ്രഷായിട്ട്. ഞാൻ മക്കളോട് ക്ലാസ്സിൽ പറഞ്ഞു, ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുമ്പോഴുള്ള മെച്ചമൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. നോക്കൂ, എൻ്റെ കയ്യിലുള്ള ഈ മുരിങ്ങക്കായ ഞാനിപ്പം പറിച്ചെടുത്തതാണ്. അതേപോലെ തന്നെ വീടിനുള്ളിലേക്ക് കയറിയാൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു പണി. കണ്ടോ, എൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് പറിച്ച ചീരയുടെ ഇല, നല്ല ഫ്രഷ് ചീരയുടെ ഇല ഇന്ന് ഉച്ചയ്ക്കുള്ള കറിക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ചീരയുടെ ഇല, മുരിങ്ങക്കായ, അതുപോലെ ഇത് എൻ്റെ തോട്ടത്തിലുണ്ടായ നമ്മുടെ നാടൻ ഇഞ്ചിയാണ്. ഇതും വീട്ടിലെ തൊടിയിൽ നിന്ന് പറിച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ട പച്ചക്കറികളെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികളും ഉമ്മമാരോടൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് നല്ല ശീലങ്ങൾ പഠിച്ചെടുക്കേണ്ടതാണ്.